Question number 6. Integral sin x, sin 2x, sin 3x dx. ഇതും നമ്മൾ ഈ രണ്ടെണ്ണം വെച്ചെടുക്കുന്നു. അതായത് sin x അവിടെ ഇട്ടിട്ട് sin 2x-നും sin 3x-നും sin a sin b എന്നുള്ള ഫോം അപ്ലൈ ചെയ്യുന്നു. sin a sin b എന്ന് പറയുന്നത് 1/2 ഇൻറ്റു cos a മൈനസ് ബി മൈനസ് cos a പ്ലസ് ബി എന്നാണ്. അപ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്ത് 2x-ഉം ബിയുടെ സ്ഥാനത്ത് 3x-ഉം ആണ്. അപ്പോൾ 1/2 ഇൻറ്റു 2x മൈനസ് 3x മൈനസ് x മൈനസ് cos 5x. cos ഓഫ് മൈനസ് എക്സ് കോസ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ വാല്യൂ ഇതൊന്നും വരില്ല. ഇനി സൈൻ എക്സിനെ ഓരോ ടേമിനും മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1/2 ഇന്ന് പുറത്തെടുക്കുന്നു. സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസ് 5x dx. സൈൻ 2x എന്ന് പറഞ്ഞാൽ 2 സൈൻ എക്സ് കോസ് എക്സ് ആണ്. അപ്പോൾ സൈൻ എക്സ് കോസ് എക്സിനെ സൈൻ 2x/2 എന്ന് എഴുതാം. അപ്പൊ സൈൻ എക്സ് കോസ് എക്സിന് സൈൻ 2x/2 എന്ന് എഴുതാം. അതായത് സൈൻ 2x എന്ന് പറയുന്നത് 2 സൈൻ എക്സ് കോസ് എക്സ് ആണ്. അപ്പൊ സൈൻ എക്സ് കോസ് എക്സ് എന്ന് പറയുമ്പോൾ സൈൻ 2x/2 മൈനസ് 1/2 ഇൻറ്റു ഇവിടെയും സൈൻ എ കോസ് ബി എന്നുള്ള ഇത് അപ്ലൈ ചെയ്യുക. സൈൻ എ കോസ് ബി എന്ന് പറഞ്ഞാൽ സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി. ഇവിടെ സൈൻ 2x/2 എന്ന് എഴുതി. പിന്നെ 1/2 ഇൻറ്റു എ പ്ലസ് ബി 6x എ മൈനസ് ബി മൈനസ് 4x. ഇവിടെ അപ്പോഴും മൈനസ് സൈൻ പുറത്ത് വരും. സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ്. എന്നിട്ട് ഞാൻ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഈ മൈനസിന് ഓരോ ടേമിനും കൊടുക്കും. അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതിയതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. രണ്ടിലും 1/2 ഉണ്ട്, അതിനെ പുറത്തെടുത്തു. സൈൻ 2x ഈ മൈനസ് കൊണ്ട് സൈൻ 6x മൈനസ് സൈൻ 6x. ഇവിടെ മൈനസ് വരും. ആ മൈനസ് ഈ മൈനസ് വെച്ചാൽ പ്ലസ് ആവും. സൈൻ 4x dx. ഇനി സൈൻ axന്റെ ഇന്റഗ്രേഷൻ മൈനസ് കോസ് ax/2 കോസ് ax/a. അപ്പൊ സൈൻ 2xൻ്റെത് കോസ് 2x/2. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. പിന്നീട് 1/4 ഇൻറ്റു അറേഞ്ച് ചെയ്ത് എഴുതാൻ ഞാൻ മൈനസ് കോസ് 2x/2 പ്ലസ് കോസ് 6x/6 മൈനസ് കോസ് 4x/4 പ്ലസ് c. ക്വസ്റ്റ്യൻ നമ്പർ 7. ഇന്റഗ്രൽ സൈൻ 4x സൈൻ 8x dx. ഇത് ഡയറക്റ്റ് ആയിട്ട് സൈൻ എ സൈൻ ബി 1/2 ഇൻറ്റു കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി. ഇവിടെ മൈനസ് 4x വരും. സൈൻ കോസ് ഓഫ് മൈനസ് എക്സ് കോസ് എക്സ് ആയതുകൊണ്ട് അതേപോലെ തന്നെ അങ്ങ് എഴുതാം. പിന്നെ കോസ് 12x ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുക. Next question. Question number 8. Integral 1 minus cos x by 1 plus cos x dx. 1 minus cos 2x എന്ന് പറയുന്നത് 2 sin square x ആണ്. അപ്പോൾ 1 minus cos x എന്ന് പറയുമ്പോൾ 2 sin square x/2. ഇവിടെ 2x വരുമ്പോൾ x ആവും. ഇവിടെ x വരുമ്പോൾ ആംഗിൾ പകുതി ആവുന്നു. അതായത് x/2 ആവുന്നു. അപ്പോൾ 1 മൈനസ് കോസ് എക്സിനെ 2 സൈൻ സ്ക്വയർ x/2 എന്നും 1 പ്ലസ് കോസ് എക്സിനെ 2 കോസ് സ്ക്വയർ x/2 എന്നും എഴുതാം. സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറയുന്നത് ടാൻ ആണ്. അപ്പോൾ സൈൻ സ്ക്വയർ x/2 ബൈ കോസ് സ്ക്വയർ x/2 എന്ന് പറയുന്നത് ടാൻ സ്ക്വയർ x/2 ആണ്. 2 ഉം 2 ഉം കൂടെ ക്യാൻസൽ ആവും. ഇന്റഗ്രൽ ടാൻ സ്ക്വയർ x/2 dx ആണ് വരുന്നത്. നമുക്കറിയാം ടാൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് സീ സ്ക്വയർ എക്സ് മൈനസ് 1 ആണ്. അപ്പോൾ ടാൻ സ്ക്വയർ x/2 പകരം സീക് സ്ക്വയർ x/2 മൈനസ് 1 എന്ന് എഴുതാം. സീക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രേഷൻ ടാൻ എക്സ് ആണ്. ഇവിടെ സീക് സ്ക്വയർ x/2. അപ്പോൾ അതിന്റെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ടാൻ x/2 ഡിവൈഡഡ് ബൈ ഈ x/2ന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം 1/2 മൈനസ് ഇന്റഗ്രൽ dx എന്ന് പറയുന്നത് x പ്ലസ് c. അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ 2 ടാൻ x/2 മൈനസ് x പ്ലസ് c. Question number 9. Integral cos x by 1 plus cos x dx. Cos 2x എന്ന് പറയുന്നത് 2 cos square x minus 1 ആണ്. അപ്പോൾ cos x എന്ന് പറയുമ്പോൾ ഇവിടെ x-ന് പകരം x/2 എഴുതുന്നു. അതേ ഉള്ളൂ. അപ്പോൾ cos x-ന് പകരം 2 cos square x/2 minus 1 divided by 1 plus cos x 1 plus cos 2x എന്ന് പറയുന്നത് 2 cos square x ആണ്. ഇവിടെ x ആയതുകൊണ്ട് x/2 വരും. 2 cos square x/2. ഇനി മുകളിൽ രണ്ട് ടേമും താഴെ ഒരു ടേം ആയതുകൊണ്ട് അതിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും.
അപ്പോൾ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആയി ഇവിടെ 1 എന്ന് വരും. ഇവിടെ 1/2 1 cos x എന്ന് പറയുന്നത് sec x ആണ്. അപ്പോൾ 1 cos square x/2 എന്ന് പറയുമ്പോൾ sec square x/2 ആണ്. പിന്നെ സെപ്പറേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രൽ dx എന്ന് പറയുമ്പോൾ x വരും 1/2 ഇൻറ്റു sec square x/2ൻ്റെത് tan x/2 ഡിവൈഡഡ് ബൈ 1/2 പ്ലസ് c. x മൈനസ് 2 കൂടെ ക്യാൻസൽ ആവും. tan x/2 പ്ലസ് c. ക്വസ്റ്റ്യൻ നമ്പർ 10 ഇന്റഗ്രൽ sin raised to 4x dx. ഇവിടെ നമുക്ക് sin സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അതായത് sin സ്ക്വയർ x ഇൻറ്റു sin സ്ക്വയർ എക്സ്. അപ്പോൾ sin സ്ക്വയർ എക്സിന്റെ അറിയാലോ 1/2 ഇൻറ്റു 1 മൈനസ് cos 2x ഇൻറ്റു 1/2 ഇൻറ്റു 1 മൈനസ് cos 2x dx. ഇതെന്ന് പറയുന്നത് 1 മൈനസ് cos 2x 1 മൈനസ് അതിനെ ഹോൾ സ്ക്വയർ ആയിട്ട് എഴുതാം. 1/2 ഇൻറ്റു 1/2 1/4 എന്ന് വരും. 1 മൈനസ് cos 2x ദ ഹോൾ സ്ക്വയർ. അവിടെ നമ്മൾ a മൈനസ് b ദ ഹോൾ സ്ക്വയർ ആ ഐഡന്റിറ്റി യൂസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യണം. അതായത് a സ്ക്വയർ മൈനസ് 2ab പ്ലസ് b സ്ക്വയർ. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 മൈനസ് 2 cos 2x പ്ലസ് cos സ്ക്വയർ 2x. ഇവിടെ cos സ്ക്വയർ 2xനെ പിന്നെയും നമ്മൾ ആ 1 പ്ലസ് cos 2x എന്നുള്ള ആ ഫോമില. ഇവിടെ 2x ആയതുകൊണ്ട് ഇവിടെ 4x വരും. 1/2 ഇൻറ്റു 1 പ്ലസ് cos 4x dx. ഇനി ഓരോ ടേമിനെയും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്ത് എഴുതുക. അതായത് ഇന്റഗ്രൽ 1 dx എന്ന് പറയുമ്പോൾ x cos 2 ഇൻറ്റു കോസിൻ്റെത് sin ax ബൈ a. അപ്പോൾ cos 2xൻ്റെത് sin 2x/2 1/2ൻ്റെത് 1/2x പ്ലസ് cos 4xൻ്റെത് sin 4x/4. ഇതിനെ അറേഞ്ച് ചെയ്ത് എഴുതുന്നേ ഉള്ളൂ. എക്സിൻ്റെ ടേംസ് രണ്ടും ഒരുമിച്ച് എഴുതുന്നത് x പ്ലസ് 1/2x മൈനസ് 2 ക്യാൻസൽ sin 2x പ്ലസ് sin 4x/8. ഇനി സോൾവ് ചെയ്യുമ്പോൾ 3x/2 എന്ന് വരും. പിന്നെ ഈ 4നെ ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. 3/8x മൈനസ് sin 2x/4 പ്ലസ് sin 4x/32 പ്ലസ് c. ക്വസ്റ്റ്യൻ നമ്പർ 11 ഇന്റഗ്രൽ cos raised to 4 2x dx. അവിടെയും cos സ്ക്വയർ 2x ഇൻറ്റു cos സ്ക്വയർ 2x എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് cos raised to 4 2xനെ ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ cos സ്ക്വയർ 2x ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. cos സ്ക്വയർ 2xൻ്റെത് 1/2 ഇൻറ്റു 1 പ്ലസ് cos 4x ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ 1/2ൻ്റെ സ്ക്വയർ 1/4 എന്ന് അതിനെയും പുറത്തെടുത്തു. നേരത്തെ പോലെ തന്നെ ഐഡന്റിറ്റി യൂസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുക. 1 പ്ലസ് 2 cos 4x പ്ലസ് cos സ്ക്വയർ 4x. ഈ cos സ്ക്വയർ 4xന് പിന്നെയും ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ട്രിഗണോമെട്രിക് ഫോമിൽ അപ്ലൈ ചെയ്യുക. 1/2 ഇൻറ്റു 1 പ്ലസ് cos 8x dx എന്ന് വരും. ഇനി ഓരോ ടേമിനെ സെപ്പറേറ്റ് ചെയ്താൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. 1 dxൻ്റെത് x 2 ഇൻറ്റു cos 4xൻ്റെത് sin 4x/4 1/2 ഇൻറ്റു x. ഈ 1/2 ഇൻറ്റു cos 8xൻ്റെത് sin 8x/8. പിന്നെ 1/4നെ ഓരോ ടേമിനും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നു. അതായത് 3x/8 പ്ലസ് sin 4x/8 പ്ലസ് sin 8x/64 പ്ലസ് c.